നമസ്കാരം പ്രിയ പ്രേക്ഷകരെ, ഞാൻ നിങ്ങളുടെ അഡ്വക്കേറ്റ് രാജേഷ് വി ആർ, അമൃത ടെലിവിഷൻ്റെ കേരള ഹൈക്കോടതിയിലെ നിയമകാര്യ ലേഖകൻ. വളരെ പ്രധാനപ്പെട്ട ഒരു സുപ്രീം കോടതി വിധി കേരളത്തിലെ പല കേസുകളെയും എങ്ങനെ ബാധിക്കും എന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നത്. ഛത്തീസ്ഗഡ് കേസിൽ സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധി, നിർണായക വിധി ഉണ്ടായിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സ്ത്രീ നൽകുന്ന കേസ് ഏത് രീതിയിൽ കീഴ്ക്കോടതികൾ പരിഗണിക്കണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർണായക വിധി. ഛത്തീസ്ഗഡിലെ രണ്ട് അഭിഭാഷകർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, ബന്ധത്തിലേർപ്പെട്ടിട്ടുണ്ട്, ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നീട് വനിതാ അഭിഭാഷകനെതിരെ ലൈംഗിക പീഡനത്തിനും വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചതിനും ബലാത്സംഗത്തിനുമെല്ലാം കേസ് കൊടുത്തു. ഈ കേസ് റദ്ദാക്കുവാനുള്ള ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതിക്ക് വ്യക്തമായ ചില കാര്യങ്ങളുണ്ട്. ഈ വനിതാ അഭിഭാഷകനുമായി ബന്ധം സ്ഥാപിക്കുകയും ഒരുമിച്ച് ജീവിക്കുകയും ചെയ്തിരുന്ന കാലത്ത്, അതായത് പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ഗാർഹിക ജീവിതം നയിച്ചിരുന്ന സമയത്ത്, ആ സ്ത്രീയുടെ ഭർത്താവുമായി ഇവർ വിവാഹമോചന കേസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിവാഹമോചന കേസിൽ കോടതിയിൽ നിന്നും ഫൈറ്റ് ചെയ്ത് ഈ വനിതാ വിവാഹമോചനം അനുവദിക്കാതെ ഇപ്പോഴും മുൻ ഭർത്താവിൻ്റെ ഭാര്യയായി തുടരുന്നു. അതിനുശേഷമാണ് ഇവർ അഭിഭാഷകനെതിരെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകിയത്. ഇതെങ്ങനെ നിലനിൽക്കുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഇത്തരം വ്യാജ പരാതികൾ പരിഗണിക്കുമ്പോൾ കോടതികൾ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇത് വ്യാജ പരാതിയാകുന്നത് എങ്ങനെയാണ്? നിലവിൽ ഈ കാമുകനായ അഭിഭാഷകനുമായി ഒന്നിച്ച് ജീവിക്കുമ്പോൾ യുവതിക്കറിയാം അവർ മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. മാത്രമല്ല മുൻ ഭർത്താവല്ല, അവരുടെ ശരിക്കും ഭർത്താവ് നൽകിയ വിവാഹമോചന കേസ് അവർ കോടതിയിൽ ഫൈറ്റ് ചെയ്ത് അനുകൂല വിധി സമ്പാദിച്ചു. അതായത് വിവാഹമോചനം കോടതി അനുവദിച്ചില്ല. അപ്പോഴും അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യയായി തുടരുന്നു. അങ്ങനെ ഭാര്യയായി തുടരുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് കൂടെ കഴിഞ്ഞിരുന്ന ആൾ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്ന് പറയാൻ സാധിക്കുക? IPC നിന്നും നമ്മുടെ ക്രിമിനൽ നിയമസംഹിത ഭാരതീയ ന്യായ സംഹിതയായപ്പോൾ അതിൽ 69 എന്നൊരു വകുപ്പ് പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഈ 69-ാം വകുപ്പ് അനുസരിച്ച് ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ഏതെങ്കിലും തരത്തിൽ വിവാഹ വാഗ്ദാനം നൽകി വിശ്വസിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് തള്ളിപ്പറയുകയാണെങ്കിൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, പ്രണയിച്ച് വിവാഹിതരാകാമെന്ന് വിശ്വസിപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ. മറ്റൊന്ന്, പ്രമോഷൻ നൽകാമെന്നൊക്കെ പറഞ്ഞ് മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥയ്ക്ക് പ്രലോഭനം നൽകി ഈ തരത്തിൽ വഞ്ചിച്ചാൽ. ഈ രണ്ട് തരത്തിലുള്ള ഡിസീറ്റ്, അതായത് വിശ്വാസവഞ്ചന നടത്തിയാൽ 10 വർഷം വരെ തടവെന്നാണ് BNS പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യുന്നവർ ഒരു ഘട്ടത്തിൽ പരസ്പര സമ്മതത്തോടു കൂടി ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരുമിച്ച് ജീവിക്കുകയും പിന്നീട് ഇവർ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അകലുമ്പോൾ, അല്ലെങ്കിൽ പങ്കാളി മറ്റാരെങ്കിലും തേടിപ്പോകുമ്പോൾ എന്നെ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചുവെന്നും ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ആരോപിച്ച് സ്ത്രീക്ക് ഭരണഘടന നൽകുന്ന സംരക്ഷണം ദുരുപയോഗം ചെയ്തുകൊണ്ട് നിയമ സംവിധാനം ഇവർക്ക് നൽകുന്ന സംരക്ഷണം ഉപയോഗിച്ച് അവർക്കെതിരെ കേസ് കൊടുത്ത് ജയിലിലാക്കുക. അതൊരു തരം ഭീഷണിയും സമ്മർദ്ദതന്ത്രവുമാണ്. അല്ലെങ്കിൽ സാമ്പത്തിക നേട്ടത്തിന് വരെ ഇത്തരം വ്യാജ പരാതികൾ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലും ഇത് ധാരാളം നടക്കുന്നുണ്ട്. ഈ ഛത്തീസ്ഗഡ് കേസ് ഇപ്പോൾ ആനുകാലികമായി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വേടൻ്റെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലുമെല്ലാം, അല്ലെങ്കിൽ സമാനമായ അനേകം കേസുകളിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെട്ടവർ വളരെ ഈസിയായി നിയമത്തിൻ്റെ മുമ്പിൽ നിന്ന് ഊരിപ്പോകുവാൻ സഹായിക്കുന്ന ഒരു വിധിയാണ്. ഇവരെ ആരെയും ഇവരുടെ ആരോപണങ്ങൾ വച്ച് ശിക്ഷിക്കാനാവില്ല. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് 3ാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചതുപോലും, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം ലഭിച്ചതുപോലും കോടതിയുടെ നല്ല നിരീക്ഷണം അതിലുണ്ട്. ഇതൊരു ബലാത്സംഗമായി കരുതാനാവില്ല. യുവതി ഭർത്തൃമതിയായിരുന്നു, അപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി വഞ്ചിച്ചു എന്നും പറയാനാവില്ല. പിന്നെയുള്ളത് നിർബന്ധിച്ച് ഗർഭഛിദ്രം നടത്തി എന്നുള്ള ഒരു ആരോപണമാണ്. അതിൽ പോലും നേരിട്ട് ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ ഈ ഗർഭഛിദ്രത്തിനുള്ള ഗുളികകൾ അവരുടെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചാൽ മാത്രമേ നിയമപരമായി അത് നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. അതല്ലാതെ ഫോണിൽ വിളിച്ച് ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് അവരത് കഴിച്ച് ഗർഭം അലസിപ്പോയി എങ്കിൽ അതിൽ എവിടെയാണ് പ്രേരണാക്കുറ്റം നിലനിൽക്കുക എന്നുള്ളത് നിയമപരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് കഴിക്കുന്ന അതിജീവിതയ്ക്ക്, ഇപ്പോൾ അതാണല്ലോ, അതിജീവിതമാരാണല്ലോ,
ഈ അതിജീവിതയ്ക്ക് അത്യാവശ്യം പ്രായവും പക്വതയുമൊക്കെ ഉള്ള ഒരമ്മയാണല്ലോ. ഗർഭാവസ്ഥയിലിരിക്കുന്നവർ ഒരമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഉള്ളിൽ ഈ മരുന്ന് ചെന്നാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുണ്ടല്ലോ. പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ അറിവില്ലായ്മ കൊണ്ടാണെന്ന് പറയാം. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരാൾ ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ ഉടനെ ഇത് കഴിക്കുമെങ്കിൽ അതെങ്ങനെ പ്രേരണാകുറ്റമാകുമെന്നുള്ളതും നിയമപരമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സമൂഹ മാധ്യമത്തിൽ ഒരു സ്ത്രീ, എനിക്ക് തോന്നുന്നത് അവർ പറഞ്ഞതനുസരിച്ചാണ് ഒരു 32-34 വയസ്സുള്ള ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു, അധ്യാപികയാണെന്നും പറയുന്നുണ്ട്. ഈ സ്ത്രീ സമൂഹ മാധ്യമത്തിൽ വന്ന് പറയുകയാണ്, ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഉയർന്ന് ഈ ഒരു അധ്യാപിക എന്നുള്ള അവസ്ഥയിലെത്തിയതാണ്. എന്നിട്ടും ആളുകൾ എന്നെ, സ്ത്രീകളെ സാധാരണക്കാർ പറയാറുള്ള ഒരു മോശം വാക്ക് അത് ഉപയോഗിച്ച് എന്നെ സംബോധന ചെയ്യുന്നു. എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ അപ്പോഴാണ് അവരെ ശ്രദ്ധിച്ചത്. ഇവരുടെ പല വീഡിയോകളിലും ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് അസഭ്യ വാക്കുകൾ പറയുന്ന ഒരു സ്ത്രീയാണ്. അധ്യാപികയാണെന്ന് പറയുന്നു കേട്ടോ, എങ്കിലും വളരെ പരസ്യമായി അസഭ്യം പറയുന്ന ഒരു സ്ത്രീ. അവർ പറയുകയാണ് അവരുടെ ജീവിതത്തിൽ 10 പുരുഷന്മാരുമായി അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടെന്ന്. 10 വ്യത്യസ്ത പുരുഷന്മാരുമായി. ഇപ്പോൾ ഇവർക്ക് ആകെ ഒരു 30-34 വയസ്സേ കാണത്തുള്ളൂ. ഒരു 18 വയസ്സ്, നിയമം അനുവദിക്കുന്ന രീതിയിലാണെങ്കിൽ 18 വയസ്സ് മുതൽ 32 വയസ്സ് അല്ലെങ്കിൽ 33 വയസ്സ് വരെ ഈ ഒരു 10-15-18 കൊല്ലത്തിനുള്ളിൽ അല്ലെങ്കിൽ 16 കൊല്ലത്തിനുള്ളിൽ, ഈ 16 വർഷത്തിനുള്ളിൽ 10 പുരുഷന്മാരുമായി ഇവർ ജീവിച്ചു എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയുള്ളവരെ സമൂഹം പിന്നെ എന്ത് പേരിട്ടാണ് വിളിക്കുക എന്നുള്ളതാണ് എൻ്റെ സംശയം. സ്വാഭാവികമായും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരെ സമൂഹം മോശമായി നോക്കിക്കാണും. എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് എന്നെ ആൾക്കാർ മോശം പേര് വിളിക്കുന്നു എന്ന് പരാതിപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ഇവർ പഠിപ്പിക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ ഈ കാര്യം എടുത്തു പറയുന്നത്, ഇത്തരത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ഇതുപോലെ സ്വതന്ത്രമായി പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്ന സ്ത്രീകൾ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം എന്നെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ എങ്ങനെയാണ് കോടതിയും നിയമവും ഇവർക്ക് അനുകൂലമായി നിൽക്കുക? ഇവിടെ മാധ്യമങ്ങളിൽ, പല മാധ്യമങ്ങളിലും മാധ്യമ പ്രവർത്തകർ തന്നെ മുന്നിട്ടിറങ്ങിയിട്ട് ചർച്ചയാണ്. എന്താണ്? അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ല, അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നില്ല. ഇത്തരം അതിജീവിതമാരെന്ന് വിളിക്കാൻ പറ്റില്ല, അത് വേറൊരു കാര്യം. എങ്കിൽ പോലും ഇത്തരം സ്ത്രീകൾക്ക് ഇവർക്ക് ഭരണഘടന നൽകുന്ന പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് കോടതികൾക്ക് നൽകാൻ സാധിക്കുക? ഇവർ നിയമം ദുരുപയോഗം ചെയ്തവരാണ്, ഇവർ വ്യാജ പരാതി കൊടുത്തവരാണ്. അങ്ങനെയുള്ള വ്യാജ പരാതികളെ ജാഗ്രതയോടുകൂടി നോക്കിക്കാണണമെന്നാണ് ഒരു വനിതാ ജഡ്ജി ഉൾപ്പെടെയുള്ള സുപ്രീം കോടതി ബെഞ്ച് ഇപ്പോൾ നിരീക്ഷിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ നമ്മുടെ നാട്ടിലുള്ള പല കേസുകളും അതിൻ്റെ എല്ലാം ഭാവി നിർണ്ണയിക്കുന്ന ഒരു ഉത്തരവായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അവനവൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ബഹുമാനിക്കുന്ന ഒരു സ്ത്രീയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 10 പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കില്ല. നമ്മളുടെ സംസ്കൃതി അല്ലെങ്കിൽ നമ്മൾക്ക് എഴുതി വയ്ക്കപ്പെട്ട, ഉണ്ടാക്കി വയ്ക്കപ്പെട്ട നിയമങ്ങളെല്ലാം തന്നെ കുടുംബ കേന്ദ്രീകൃതമായ നിയമങ്ങളാണ്. അത് ഫാമിലി കോർട്ട് ആക്ട് ആണെങ്കിലും ശരി, ഗാർഡിയൻ ആൻഡ് വാർഡ് ആക്ട് ആണെങ്കിലും ശരി, ഡിവോഴ്സ് ആക്ട് ആണെങ്കിലും ശരി, വിവാഹ നിയമങ്ങളാണെങ്കിലും ശരി, ഇതെല്ലാം കുടുംബ കേന്ദ്രീകൃതമായിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ സമൂഹം അങ്ങനെ മുന്നോട്ട് പോകാനാണ് ഭരണഘടനയും നിയമവും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ തരത്തിൽ പല പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിച്ച ശേഷം പിന്നീട് ഏതെങ്കിലും ഒരുത്തനെ കൊള്ളാതെ വരുമ്പോൾ അയാൾക്കെതിരെ സാമ്പത്തികമായിട്ട് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയോ മാനസിക സമ്മർദ്ദത്തിലാഴ്ത്താൻ വേണ്ടിയോ അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയെ ഇയാൾ കുറച്ച് നാൾ ജയിലിൽ കിടക്കട്ടെ എന്നാഗ്രഹിച്ചോ പരാതി കൊടുത്താൽ ഇത്തരം പരാതികൾക്ക് കോടതികളിൽ യാതൊരു വിലയും ലഭിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഛത്തീസ്ഗഡ് കേസിലെ സുപ്രീം കോടതി ഉത്തരവ്. ഈ അധ്യാപികയായ സ്ത്രീ ആ ഇൻ്റർവ്യൂവിൽ പറയുന്നത് 10 പേരുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്, അതിൽ ഓരോ പ്രാവശ്യവും പുതിയ പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ പഴയതിലും ബെറ്റർ ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തരത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്നവർക്ക് തൽക്കാലം കുടുംബ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ബഹുമാനിക്കുന്ന, അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിയമത്തിൻ്റെ പരിരക്ഷ അവർ ഉദ്ദേശിക്കുന്ന പോലെ ലഭിക്കില്ല എന്നറിയിച്ചുകൊണ്ട് ഈ വിഷയം തൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.